UDFിൻ്റെ കാലത്ത് ശബരിമല പ്രശ്നത്തിൽ ഇങ്ങനെ ഒരു സ്വർണത്തിൻ്റെ വിഷയമല്ല ഉയർന്നു വന്നതെന്ന് മാത്രമേ ഉള്ളൂ. മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെ അവരെങ്ങനെ അഡ്രസ്സ് ചെയ്തത്? ഇപ്പോൾ ഇവർ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരുന്നത്, നമ്മുടെ UDF സുഹൃത്തുക്കളും BJP സുഹൃത്തുക്കളും ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരുന്നത്, പ്രധാനപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരുന്നത്, ശബരിമലയിൽ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം ഞങ്ങൾക്ക് തൃപ്തികരമല്ല, CBI അന്വേഷിക്കണം. ഇത് കോൺഗ്രസും BJP ഒരുപോലെ ആവശ്യപ്പെട്ടതാണ്. നിർദ്ദേശം കൊടുക്കുന്നു SITക്ക്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യപ്പെടാതെ പോകുന്നു എന്ന രൂപത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചല്ലോ. അവർക്ക് ഇപ്പോഴെങ്കിലും കാര്യം വ്യക്തമായല്ലോ. നമ്മൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു സംഭവമില്ല, SIT 100% ക്രിസ്റ്റൽ ക്ലിയറായിട്ട് അന്വേഷിക്കുന്നു, ആരിലേക്കെത്തിയാലും അതൊരു പ്രയാസം ഉണ്ടാക്കില്ല. ശബരിമലയിൽ നേരത്തെ ഭരിച്ചിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനോ അംഗങ്ങൾക്കോ എതിരായി ഒരു തെളിവ് കിട്ടിയാൽ SIT അവരെ അറസ്റ്റ് ചെയ്യുകയും ക്വസ്റ്റ്യൻ ചെയ്യുകയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യും. അത് അതുപോലെ സംഭവിക്കുന്നല്ലോ. എന്നാൽ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഏത് പാർട്ടിക്കാരാണ്? വിശ്വ ഹിന്ദു പരിഷത്തുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി, കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള മുരാരി ബാബു, ബൈജു, സുധീഷ് കുമാർ, ഇവരെല്ലാം ഏത് പാർട്ടിക്കാരാണ്? അപ്പോൾ UDFിൻ്റെ കാലത്ത് അനധികൃതമായി ദേവസ്വം ബോർഡിൽ കയ്യേറിയ ആളുകളാണ് ഇതിൻ്റെ കക്ഷികൾ. അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടിരുന്ന ആളുകൾക്ക് കൈപ്പിഴ പറ്റിയിട്ടുണ്ടെങ്കിലോ അവർ നിരുത്തരവാദപരമായി സമീപനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലോ ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല എന്ന് ആദ്യ സമയം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇത് ആശ്വാസകരമായ കാര്യമാണ്. ഇടതുപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇക്കാര്യത്തിൽ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ അവരെ സംരക്ഷിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് വാസുവല്ല, ആരിലേക്ക് അന്വേഷണം എത്തുന്നതും ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രയാസം ഉണ്ടാക്കില്ല.